ഹലോ എല്ലാവർക്കും സീമാസ് സ്മോൾ കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബജിയാണ്. കോളിഫ്ലവർ വെച്ചിട്ടാണ് ബജി ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു കോളിഫ്ലവറിൻ്റെ ബജി പറഞ്ഞല്ലോ, അത് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ബജി എല്ലാവരും ഹാഫ് ബോയിൽ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ബജി എന്ന് പറയുന്നത് അത് പച്ചക്ക് തന്നെ എടുത്ത് വറുത്ത് കോരി എടുക്കുവാണ്. നമ്മളത് ബോയിൽ ചെയ്യുന്നില്ല. അതിന് മുന്നായിട്ട് കോളിഫ്ലവർ നമ്മൾ ഉപ്പും നമ്മുടെ വിനാഗിരിയും കുറച്ച് എടുത്തു വെച്ച് കുറേ നേരം എടുത്തു വെച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് വാരി എടുത്ത് വെച്ചതാണ് ഇത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പിൻ്റെ അളവിൽ നമ്മൾ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കായപ്പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. കൂടാതെ കുറച്ച് ഈസ്റ്റ് നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അളവിൽ കോൺഫ്ലവറിൻ്റെ കപ്പിൻ്റെ അളവ് പറഞ്ഞാൽ ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാവരും കടലപ്പൊടിയിലാണ് ബജി ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ ചേച്ചി അത് മൈദയിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ബജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു പാത്രത്തിനകത്തേക്ക് ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ അത് കലക്കിയെടുത്ത് വെക്കുവാണ്. ഉപ്പിട്ടില്ലായിരുന്നു? അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു നമുക്ക് ചെയ്യാനുള്ളത്? ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കോളിഫ്ലവറിനകത്ത് കിട്ടാൻ മതിയല്ലേ? ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി എന്തോരമുള്ളതെന്ന് പറയുന്നത് കേട്ടോടി? വെള്ളം പോലെ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കേണ്ടത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിനകത്ത് മുക്കി കുറച്ച് എടുത്ത് പാത്രത്തിലിട്ട് നമുക്ക് വറുത്ത് പോകാം. നമ്മൾ ഗ്യാസിൽ ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ നമ്മുടെ ബാറ്ററിൽ മുക്കി നമുക്ക് കുറച്ച് വറുത്ത് പൊരിയെടുക്കാം. ആദ്യം നമ്മൾ എടുത്ത് വെച്ച ഓയിലിനകത്തേക്ക് ആദ്യമേ കുറച്ച് വേപ്പില വറുത്ത് കോരി എടുക്കാം. വേപ്പില വറുത്ത് ആദ്യം എടുത്താലാണല്ലേ കറിക്ക് നമ്മളുണ്ടാകുന്ന നെല്ല് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ വേപ്പില വറുത്ത് കോരുന്നത് കൊണ്ട് നമ്മൾ എണ്ണയിലും പിന്നെ നമ്മൾ ബാക്കി വരുന്ന ആ എണ്ണയിൽ നമ്മൾ വറുത്ത് കോരുമ്പോൾ ആ വേപ്പിലയുടെ ഒരു ടേസ്റ്റും സ്മെല്ലും ഉണ്ടാകും. സാധാരണ നമ്മൾ ലാസ്റ്റാണ് എല്ലാവരും വറുത്തിട്ട് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഒരു ഡെക്കറേഷൻ പോലെ വേപ്പില വറുത്തിടുന്നത്. പക്ഷേ ചേച്ചി പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ വേപ്പില കുറച്ച് വറുത്ത് പോകണമെന്നാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവരും. ഇനി നമ്മൾ കോളിഫ്ലവർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ബജി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സവാളയും മുളക് പൊടിയും ഇച്ചിരി വിനാഗിരിയും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനൊരു എഗ് ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചട്നി നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ആ എഗ് ബജിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാൽ മതിയാവും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. നല്ല ടേസ്റ്റുണ്ട്, വെറൈറ്റിയാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളിതുപോലുള്ള ചെറിയ റെസിപ്പീസായിട്ട് വരാം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.